ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒന്ന് നിർത്തിക്കേ. അച്ഛനാണല്ലോ. അതെ, ഞാനിപ്പോ വരാട്ടോ. അച്ഛാ, അച്ഛനെന്താ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നേ? ഏത് രീതിയിലും ആരെ വേണമെങ്കിലും മറിക്കാം, തിരിക്കാം, വേണ്ടി വന്ന കൊലയാളിയും ആക്കാം. അതൊക്കെ പോലീസുകാരന്റെ പേനാത്തുമ്പിലായിരിക്കുന്നതേ. ഇനി നീ നിന്റെ മൂക്കിൻ തുമ്പത്തോ കോപവും കൊണ്ട് വന്ന ആ പേന കൊണ്ട് ഞാനൊരു വരയങ്ങ് വരയ്ക്കും. അത് നിന്റെ ആയുസ് രേഖയ്ക്ക് കുറയാവാതിരിക്കാൻ നീ പ്രാർത്ഥിക്കേ. ചന്ദ്രബോസേ, ഇത്രയും നേരം ഒന്നും മിണ്ടാകുന്ന നിന്റെ ഈ ആട്ടം കണ്ടത് നീ എത്രത്തോളം പറഞ്ഞു കേറും എന്നറിയാൻ വേണ്ടിയിട്ട് തന്നെയാ. പോലീസിന്റെ ചുമതലകളെ കുറിച്ച് നീ പറഞ്ഞല്ലോ. പേന കൊണ്ട് നീ എന്നെ അങ്ങ് പോറിക്കളയുന്നൊക്കെ. ശരിക്കും പോലീസിന്റെ കർത്തവ്യങ്ങളും ചുമതലകളും ഉള്ള അധ്യായത്തിലെ ആദ്യം വരുന്നത് എന്താണെന്നറിയോ? പക്ഷാഭേദം കൂടാതെ നിയമം നടപ്പിലാക്കുക. അതാണോ ഇപ്പൊ ഇവിടെ നടന്നേ? സ്വന്തം ജോലി കൃത്യമായിട്ട് ചെയ്യാതെ അതിന്റെ നിയമാവശങ്ങൾ മനസ്സിലാക്കാതെ മാസവും ശമ്പളവും കിമ്പളവും വാങ്ങി കേരള പോലീസിനും കേരള സർക്കാരിനും മാനക്കേടുണ്ടാക്കുന്ന താനും രാത്രി തല മൂടിക്കെട്ടി വ്യഭിചരിക്കാൻ പോകുന്ന പകൽ മാന്യന്മാരും തമ്മിൽ എന്താണോ വ്യത്യാസം? മോനെ, ചന്ദ്രബോസേ, എന്റെ ഭാര്യയെ കുത്തിയ കേസിലും എന്റെ ലോറിയിൽ സ്പിരിറ്റ് വെച്ച കേസിലും എല്ലാത്തിലും നിന്റെ കയ്യിപ്പ് പതിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. എല്ലാം കൂടി ചേർത്ത് കളക്ടറുടെ സഹായത്തോടെ മുകളിലേക്കൊരു പെരുക്കങ്ങ് പെരുക്കട്ടെ. താനീ പറഞ്ഞ കേരള പോലീസിന്റെ മുദ്ര വെച്ച തൊപ്പി എന്നേക്കായിട്ട് ഷോ കേസിലങ്ങ് ഇരിക്കും. വേണോ വേണ്ടയോ ഇപ്പൊ തീരുമാനിക്കണം. നസീറിനെ ഇപ്പം രക്ഷിച്ചു നിർത്തിക്കോ. പക്ഷേ ഇതെല്ലാം ചെയ്തതപ്പാൻ അവനാണെന്ന് അവനെ കൊണ്ട് തന്നെ ഞാൻ പറയിക്കാം. അസിസ്റ്റന്റ് കമ്മീഷണറുടെ സമക്ഷത്ത് തന്നെ. എന്നാ വരട്ടെ ചന്ദ്രബോസ് സാറേ. വാടാ. എന്താ സ്റ്റേറ്റ് പോലീസിലെ ബുദ്ധിരാക്ഷസനെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ചന്ദ്രബോസ് സാറിന് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തരാൻ പറ്റുന്നില്ലേ? ഞാൻ ഇനി എന്ത് ചെയ്യണം? മാഡത്തിനാണെങ്കിലും പറഞ്ഞുതരാം. അന്ന് രോഹിത്തിന്റെ പേരിൽ ഇതെല്ലാം കൂടി എഴുതി വെച്ചിട്ട് കള്ളച്ചാരായം വിറ്റ് കോടികൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ മറ്റൊരു ബുദ്ധി കേന്ദ്രം. എനിക്കുള്ള മറുപടി അവിടെ നിന്ന് കിട്ടിയാലും മതി. ഞാൻ ഇനി എന്ത് ചെയ്യണം? കിട്ടാനുള്ള കോടികളുടെ കണക്കൊന്നും എനിക്ക് വേണ്ട. പകരം ഞാൻ മുടക്കിയ കോടികൾ എനിക്ക് കിട്ടിയാൽ മതി. അതും വാങ്ങിച്ചെനിക്ക് മലേഷ്യയിലേക്ക് തിരിച്ചു പോവാനാ. എടോ, താൻ ഒരുമാതിരി കൂട്ടിലടച്ച വെറിയനെ പോലെയാണെന്ന് പിടയ്ക്കാതെ. കാര്യം നമ്മളെ ഒരു അബദ്ധം സംഭവിച്ചു. ചൊൽപ്പടിക്ക് നിൽക്കുമെന്ന് കരുതിയവൻ പുറത്തു ചാടി. അവനെ വെറുക്കാൻ നോക്കിയിട്ട് ഇപ്പൊ നടക്കുന്നുമില്ല. പക്ഷെ അവൻ എത്രത്തോളം പോകുന്നു അറിയട്ടെ. എന്നിട്ട് നമുക്ക് അവനൊരു കൂച്ചു വിലങ്ങിടാം. നിങ്ങൾ കൂച്ചു വിലക്കാൻ തയ്യാറാക്കി വരുമ്പോ അവൻ ഇതൊക്കെ വിറ്റ് കാശാക്കിയിരിക്കും. അവനെന്ത് നോക്കാനാ? മുതൽ എന്റേതല്ലേ? ഇയാളും അതിനെന്തായാലും സാധ്യതയില്ല. ആ ഒരു വീടിനോട് എല്ലാവർക്കും ഉള്ളതുപോലെ അവനും ഉണ്ട് ഒരു അറ്റാച്ച്മെന്റ്. അതുകൊണ്ട് ആ ഒരു സാഹസത്തിനൊന്നും അവൻ എന്തായാലും നിൽക്കാൻ സാധ്യതയില്ല. നമ്മൾ വളർത്ത് നേരെ നിർത്തിയ പയ്യനല്ലേ. പല രീതിയിലൊന്ന് പറഞ്ഞു നോക്കാം. പണി നടന്നില്ലെങ്കിൽ ചെറിയൊരു പണി നമുക്ക് അങ്ങോട്ട് കൊടുക്കാം. കരയിൽ പിടിച്ചിട്ട പരൽമീന്റെ അവസ്ഥ എനിക്കിപ്പോ. കിടന്ന് പിടയ്ക്കാമെന്നല്ലാതെ ഒരു തരത്തിലും ഒരു ആശ്വാസമാകും ആരിൽ നിന്നും കിട്ടുന്നില്ല. ഒന്നും നടന്നില്ലെങ്കിലേ
ഞാൻ അവനെ അങ്ങ് കൊല്ലും. ഒന്ന് വിടുന്ന പറയാതിരിക്കണോ? എടാ, കൊന്ന ആ സ്വത്തല്ല അവന്റെ ഭാര്യയുടെ പേരിലേക്ക് മാറിപ്പോത്തില്ലേ? അവനെ കൊണ്ട് തന്നെ തിരിച്ചെഴുതിച്ച് രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അതവൻ സമ്മതിക്കുവോ? സമ്മതിക്കണം. ഇല്ലെങ്കിൽ അതിനുള്ള വഴി കാണണം. ഇത് എവിടുന്ന് വിറ്റിയും പറിച്ചു വരുന്നു? ഹോസ്പിറ്റലിൽ മുറി വെക്കാൻ ഞാൻ പറഞ്ഞിട്ടാണോ വരുന്നത്? ശല്യങ്ങള്. ചേട്ടോ, ചേട്ടൻ എങ്ങോട്ടാ പോണ്ടേ? എന്റെ ചേട്ടാ, ചേട്ടാ വണ്ടി പോകാൻ നിൽക്കുവാണോ അതോ വണ്ടി മേത്ത് കയറാൻ വേണ്ടി നിൽക്കുവാണോ? ആ, എങ്ങോട്ടാ ചേട്ടന് പോകണ്ടെന്ന്? അതാ എനിക്ക് എങ്ങോട്ടാ പോകണ്ടേന്ന്. അത് ശരി, അപ്പൊ റിലേ പോയ കേസാണല്ലേ? അല്ല, ചേട്ടൻ ഈ റോഡിന്റെ സൈഡിലേക്ക് ഒന്ന് മാറി മാറി നിൽക്കേട്ടാ. ഒരുമാതിരി മാരണങ്ങൾ മനുഷ്യൻ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഇറങ്ങിക്കോളും. ഒന്ന് നിർത്തിക്കേ. അച്ഛനാണല്ലോ. അതെ, ഞാനിപ്പോ വരാട്ടോ. അച്ഛാ, അച്ഛനെന്താ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നേ? എന്താ? അല്ല, അത് തന്നെ ഞാൻ ആലോചിക്കുന്നേ. അച്ഛാ, അല്ല, അച്ഛാ നീ വന്നേ. നീ എന്താ ഇവിടെ? അത് അച്ഛാ, ഇതെവിടെ സ്ഥലം? അച്ഛാ അതൊക്കെ പറയാം. അച്ഛൻ നീ വന്നേ. വാ ചേട്ടാ, സോറി കേട്ടോ. നല്ല വട്ടാണല്ലേ. അച്ഛനെ വല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിടോ. ഹോസ്പിറ്റലിൽ എന്റെ തന്തയും കൊള്ളാം, മോനും കൊള്ളാം. വാ. എനിക്ക് എങ്ങോട്ടാ പോകണ്ടേന്ന്? അതൊക്കെ പറയാം. അച്ഛൻ വാ. അല്ല, ആ, വണ്ടി എടുക്ക്. പോകേണ്ട വഴി ഞാൻ പറഞ്ഞുതരാം. എന്തിനാ ബാപ്പച്ചി സങ്കടപ്പെടുന്നത്? ഡോക്ടർ പറഞ്ഞില്ലേ എത്രയും പെട്ടെന്ന് അസുഖം മാറി ബാപ്പച്ചിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്ന്.